ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വീടിനടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ വെറുതെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് ഗൈസ് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണിത്. ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് നടന്നാലേ ബസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നടക്കുകയാണ് എല്ലാവരും കൂടി. കുറച്ച് നടന്നതിന് ശേഷം ഗൈസ്, ഇതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പഴത്തിൻ്റെ മരം. ഇതിവിടെ നേർലിപ്പഴം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഫുള്ള് കായ്ച്ച നിൽക്കാണ്. നേർലിപ്പഴമുണ്ട് മുകളിലൊക്കെ, പക്ഷെ അത് വലിക്കാൻ പറ്റുന്നില്ല, നിറച്ച് ഉറുമ്പായതുകൊണ്ട്. സോ കുറച്ചൊക്കെ താഴെ വീണത് എടുക്കാം, പക്ഷെ താഴെ വീണത് ഫുള്ളും ചീത്തയായി പോയതാണ്. മണ്ണൊക്കെ പറ്റിയിട്ട് ഒരു കഴിക്കാൻ പറ്റാത്ത ഒരു ടൈപ്പാണ് ഗൈസ്. അപ്പോൾ ഒന്ന് കിട്ടി, ഒരു ഫ്രഷ് നേരുണ്ടായിരുന്നത്, അത് അവൻ കഴിച്ചോണ്ട് വന്നു. പിന്നെ ഈ വടി വെച്ച് ഇവൻ അടിച്ചു ചോറ്. ഇതാണ് അവസ്ഥ. അപ്പോൾ വഴക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയി. നമ്മൾ പള്ളിയുടെ സൈഡിൽ കൂടിയാണ് നടന്നു പോകുന്നത്. ഇത് പള്ളിയുടെ സൈഡിൽ കൂടി പോയാൽ കുറച്ച് എളുപ്പത്തിലെത്തും. അപ്പോൾ പള്ളിയുടെ സൈഡിൽ കൂടി പോയിട്ട് അതിലെ കൂടി പോയിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് നേരെ കിട്ടുന്നത് റോഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദർഗ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉറൂസൊക്കെ ഉണ്ടാകാറുണ്ട്. വർഷത്തിൻ്റെ കണക്ക് വെച്ചാണ്. ഇവിടുന്ന് നല്ല തണുത്ത വെള്ളം കിട്ടും, അതാണ് ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ പോയി ഈ റോഡിലേക്ക്, ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ബസ് കിട്ടും. അപ്പോൾ നമ്മൾ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഞായറാഴ്ച ആയതുകൊണ്ട്, ബസ് കുറച്ചായതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് കയറിയത്. അത് വരുന്ന ഓട്ടോ ഉണ്ടായിരുന്നു, അതിൽ കയറി. ബസ് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷെ ഞായറാഴ്ച ഓരോരോ ബസ് ഇടവിട്ടാണ് ഉണ്ടാവാറുള്ളത്. ആ സമയത്ത് ബസ് ഉണ്ടായിരുന്നില്ല. കുഞ്ഞും കരുന്നതുകൊണ്ട് നമ്മൾ കിട്ടിയ ഓട്ടോയിൽ കയറി വന്നു. കുറേ നേരം ഓട്ടോയിൽ ഇരുന്നിട്ട് കുറേ യാത്ര, കുറച്ച് ദൂരമാണ്, കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട്, അത്ര. പിന്നെ കുറേ ദൂരമല്ല, എന്നാലും കുറച്ചുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പോയി പോകുന്ന വഴിക്കൊരു നല്ലൊരു കൃഷിത്തോട്ടം കണ്ടു. ഇതാണ് ഇത്. ശരിക്കും കാണാൻ നല്ല രസമാണ്. അതൊരു ലൈനിൽ കൃഷിയൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതിലൂടെ താഴേക്ക് പോയാലാണ് നമുക്ക് റബ്ബർ തോട്ടം കാണുന്നത്. വലിയ റബ്ബർ തോട്ടമാണ്. ഈ ചൂട് സമയത്തും അവിടെ നല്ല തണുപ്പാണ് ഗൈസ്, നല്ല തണുപ്പുണ്ട് അവിടെ. വെയിലുള്ളത് തന്നെ അറിയുന്നില്ല. അവിടെ പോയിരുന്നാൽ AC ഇട്ട ഫീലാണ്. ഫുള്ള് റബ്ബർ തോട്ടമാണ്. വെയിലിന് ഇട പോലും ഇല്ല വെയിൽ വരാനായിട്ട്. അതുകൊണ്ടായിരിക്കും നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. ഒരു AC ഇട്ട ഫീലിങ്ങാണ് അവിടെ. അപ്പോൾ അവിടെ റബ്ബർ ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വലിയ റബ്ബർ തോട്ടമാണ്. റബ്ബറിൻ്റെ അവിടെ ചിരട്ടയൊക്കെ, എനിക്ക് ആദ്യമായിട്ടാണ് റബ്ബർ തോട്ടം കാണുന്നത്. അപ്പോൾ അവിടെ ചിരട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. ആ ചിരട്ടയിൽ നിറച്ചിട്ട് അത് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ എന്തോ ഒരു പ്രോസസ്സാണ്, എനിക്ക് നേരെ അറിയില്ല. പിന്നെ ഇത് റബ്ബർ ഷീറ്റൊക്കെ ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്, കുറേ റബ്ബർ ഷീറ്റ് ഉണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ പണിക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മണിക്കൂറാണ്, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നതും ഓട്ടോയിൽ തന്നെ ആയിരുന്നു. ബസ്സിന് കാത്തിട്ട് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ തന്നെ വന്നു. ഓട്ടോയിൽ കുറച്ചുണ്ടായിരുന്നു വരാൻ, അങ്ങനെ ഓട്ടോ തന്നെയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക്